എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒപ്പിക്കാനൊരു ശകലം ബുദ്ധിമുട്ട് കേട്ടോ. ഈ 500 സിഗരറ്റൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇപ്പോൾ ഒന്നാമത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും മയിലിരിക്കുമ്പം ഈ ഒരു വീഡിയോയ്ക്കായിട്ട് ഞാൻ ഈ 500 സിഗരറ്റ് മേടിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ മേടിക്കുന്നു. ഓക്കെ, അപ്പം നമുക്കിത് ചെയ്യണമെങ്കിൽ നമുക്കിതൊന്ന് കെട്ടി സെറ്റപ്പ് ആക്കണം. ഇത് കയ്യിൽ നമുക്ക് ഒതുക്കി പിടിക്കണമല്ലോ. ഒരു സിഗരറ്റ് പോലും ഞാൻ നേരെ വലിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ 500 സിഗരറ്റ് എങ്ങനെ വലിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം എന്നാലും നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഒന്ന് കെട്ടി റെഡിയാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് കെട്ടി റെഡിയാക്കാം. കെട്ടി റെഡിയാക്കി എടുത്തിട്ട് നമുക്കതൊന്ന് വലിച്ചു നോക്കാം. സംഭവം കവറിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരോഗ്യത്തിന് ഹാനികരമാണ്, ക്യാൻസർ വരും, പല അസുഖങ്ങൾ വരും. ഇപ്പോൾ തന്നെ ഈ കോവിഡ് തന്നെ പുക വലിക്കുന്ന ശീലമുള്ള എല്ലാവരുടെയും കാറ്റ് പോകുമെന്ന് പറയുന്നത് എന്താ കാണിച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല. സിഗരറ്റും ബീഡിയും വലിക്കുന്ന ആൾക്കാരാണോ കൊറോണ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറയുന്നത്? കൊറോണ ലങ്സിനല്ലേ കയറി പിടിക്കുന്നത്. നമ്മുടെ ലങ്സിന് കയറി പിടിക്കും, പിന്നെ ശ്വാസം കിട്ടാതെ ഓക്സിജനായിട്ട് കിടക്കേണ്ടി വരും. അത് നടപടിയില്ലെങ്കിൽ ആൾ പോകും. ഞാനിപ്പോൾ കുറച്ചൊന്നും കൂടി നമ്മുടെ കേരള പോലീസിൻ്റെ പേജിനകത്ത് കണ്ടായിരുന്നു. അവരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പുക ശരിക്കും വലിക്കുന്ന ആൾക്കാർക്കാണ് പെട്ടെന്ന് ഈ സാധനം വരുന്നതെന്നേ. പെട്ടെന്ന് കോവിഡ് വന്നിട്ട് ആൾ പോകുന്നതെന്ന് അതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. ഞാനിതുവരെ വലിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ 500 വലിച്ചെന്ന് വെച്ചുകൊണ്ട് നമുക്കങ്ങനെയൊന്നും വരില്ലായിരിക്കുമല്ലോ അല്ലേ. നമുക്ക് അത് കെട്ടിയിട്ടങ്ങ് ശരിയാവുന്നില്ല. ഇതിപ്പോൾ ഏത് സ്ഥലമാണ് പിടിക്കുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം ഇവിടെ ആയിരിക്കും, നോക്കാം. നിങ്ങളൊക്കെ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര പേര് വലിക്കുന്ന ആൾക്കാരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. എന്നാലും ഭീകരം തന്നെയാണ്. ഈ കവറിൻ്റെ വെളിയിൽ കൊടുത്തിരിക്കുന്ന പടവും എഴുതി വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു പോകും കേട്ടോ. ഇത് കണ്ടിട്ട് എങ്ങനെ ആൾക്കാർ വലിക്കുന്നുണ്ടേ, സമ്മതിക്കണം. ഇതിപ്പോൾ ഞാനൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാനാണല്ലോ മേടിച്ചത്. അപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടാവില്ല. നമുക്ക് നോക്കാം എന്നാ സംഭവിക്കുന്നത്, എന്നാ പറ്റുന്നതെന്നൊന്നും അറിയത്തില്ല. ഒന്നും പറ്റില്ലായിരിക്കും. പിന്നെ അത്രയ്ക്ക് വിശ്വാസം നമ്മൾ കേരളത്തിലാണല്ലോ. നമ്മുടെ ആരോഗ്യരംഗത്തൊക്കെ നമ്മൾ എത്രത്തോളം മുമ്പിലാണെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് കാണുന്നത്. അപ്പം ഒന്നും പറ്റില്ല എന്നുള്ളൊരു ധൈര്യം അങ്ങനെയുണ്ട്. പിന്നെ ഇടക്കാലം കൊണ്ട് ഇറങ്ങിയ ആ പരസ്യം ഉണ്ടല്ലോ, നമ്മുടെ ഇതൊക്കെ ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോഴത്തേനും അതിന് മുമ്പായിട്ടൊരു പരസ്യമൊക്കെ ഉണ്ടല്ലോ, ഈ സ്പോഞ്ച് പോലെയാണെന്നും അതിൻ്റെ ഒന്ന് കറ പിഴിഞ്ഞൊക്കെ എടുക്കുന്നത്. അതൊക്കെ ഉള്ളതാണോ അല്ലേ? വർഷങ്ങളായിട്ട് വലിക്കുന്നവരുടെ ലങ്സൊക്കെ അങ്ങനെ കറുത്ത് ഇതൊക്കെ ആയിട്ട് പോകുമായിരിക്കും. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം വലിച്ചു നിർത്തുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ? പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ 500 വലിച്ച് നാളെ എനിക്ക് വലിക്കാൻ തോന്നിയാലോ. പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഡൻസി തോന്നിയാലോ. ഈ വെള്ളമൊക്കെ അടിക്കുന്ന പോലെ. ഞാൻ അടിക്കുന്ന ഒരാളല്ല, സിഗരറ്റും വലിക്കുന്ന ആളല്ല. ഇനിയിപ്പോൾ ഇത് ഒരു ദിവസം വലിച്ചുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. കെട്ടിയിട്ട് ശരിയാവുന്നില്ലല്ലോ. എല്ലാവരും ക്ഷമിക്കുക. 500 സിഗരറ്റ് വലിക്കുന്ന എക്സ്പെരിമെൻ്റ് ഒന്നും ഞാനിവിടെ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന സാമ്പ്രാണിക്കൂടാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടില്ലേ, ഇതുവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംവിധാനം, ഇങ്ങനൊരു പരിപാടി ചെയ്തത്. പുകവലിക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. കാരണം അവർക്കറിയാം അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എത്രത്തോളം അവരുടെ ആരോഗ്യത്തിന് ഹാനികരം ഉണ്ടാക്കുന്നതാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വലിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബോധവൽക്കരണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് പറഞ്ഞത്. എന്നാലും ഇതിൻ്റെ അകത്ത് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളെ ചിന്തിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. ആ ചിന്തിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ ചാനലിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളാണ്. തൊട്ടടുത്താണ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷമായി ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം.